എല്ലാ കൂട്ടുകാർക്കും അഫ്സലുൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ഇയറിൻ്റെ ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വിലാദത്ത് ജനനം ബഅദ ആമുൽ ഫീൽ ആനക്കലഹ സംഭവത്തിന് ശേഷമാണ്. ബിസനത്തൈൻ 2 വർഷം കഴിഞ്ഞ്. അൽ ഇസ്മുൽ കാമിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അബൂബക്കർ അബ്ദുല്ലാഹിബിൻ അബി ഖുഹാഫ. ഉമ്മുഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഉമ്മയുടെ പേരെന്താ? ഉമ്മുൽ ഖൈർ സൽമ ബിൻത് സഖർ. അബൂബക്കർ സിദ്ദീഖിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവ്വലു റിജാലി ഇസ്ലാമ, പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി മുസ്ലിമായ വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലുഖിബ ബിസ്സിദ്ദീഖ് എന്ന പേര് വെച്ചത്. അൻഫഖ ഗാലബിയത മാലിഹി ഫീ സബീലില്ലാഹ്, തൻ്റെ സ്വത്തിൻ്റെ സിംഹഭാവവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച വ്യക്തിയാണ്. കാന റഫീഖർ റസൂലി ഫിൽ ഹിജ്റ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ പോകുമ്പോൾ പ്രവാചകൻ്റെ സന്തത സഹചാരിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇഖ്തിയാറുൽ ഖിലാഫ, എങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഖലീഫയായി സെലക്ട് ചെയ്യുന്നത്? ഇജ്തമഉ, സ്വഹാബികൾ സമ്മേളിച്ചു. ഫി സഖീഫത്തി ബനി സായിദ്, ബനു സായിദ ഗോത്രക്കാരുടെ വീട്ടിൽ. ഇൻതഖബു, അവർ തെരഞ്ഞെടുത്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന് ശേഷമുള്ള ഖലീഫയാക്കിയിട്ട്. ഫബായഅൽ മുസ്ലിമൂന, അങ്ങനെ മുസ്ലിങ്ങളൊക്കെ ബൈഅത്ത് ചെയ്തു. ഖലീഫത്തൻ, അദ്ദേഹത്തെ ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യാണ് ഉണ്ടായത്. ഇനി നമ്മൾ പഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അഅ്മാലുഹു, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ചെയ്ത നല്ല നല്ല പ്രവർത്തനം. ഒന്ന്, ഹുറൂബുർ റിദ്ദ, മുർത്തദ്ദുകളോട് യുദ്ധം ചെയ്തു. വിശുദ്ധ പ്രവാചകൻ വഫാത്തായപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഇസ്ലാം മതം ഇവിടെ അവസാനിച്ചിരിക്കുന്നു, ഇനി നിയമങ്ങളില്ല, ഇനി ഒന്നുമില്ല, ഇനി സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വിശുദ്ധ പ്രവാചകൻ്റെ ജീവിതകാലത്ത് മാത്രമേ ഇത് ബാധകമാവൂ എന്ന് ചില ആളുകൾ വാദിച്ചു, ചില ഗോത്രങ്ങൾ വാദിച്ചു. അവരോട് യുദ്ധം ചെയ്ത് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹുറൂഫുർ റിദ്ദ, മുർത്തദ്ദുകളോടുള്ള യുദ്ധം. ബഅദ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശുദ്ധ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം ഇർത്തദ്ദ ബഅദുൽ ഖബായിൽ, ചില ഗോത്രക്കാരൊക്കെ ഇർത്തദ്ദ, മുർത്തദ്ദായി. ബഅദുഹും മനഅത്തി സക്കാത്ത്, ചില ആളുകൾ സക്കാത്ത് തന്നെ വിലങ്ങി. വജ്ജഹ അഹദ അശറ ജൈഷൻ ലി മുഹാറബത്തിൽ മുർത്തദ്ദീൻ, മുർത്തദ്ദീങ്ങളോട് യുദ്ധം ചെയ്യാൻ 11 തരം സൈന്യത്തെ സിദ്ദീഖ് റളിയല്ലാഹു തയ്യാറാക്കുകയാണ്. കാന ഖായിദുഹും, ഇവരുടെയൊക്കെ നേതാവ് ഖാലിദ് ബിൻ വലീദാണ്. അംറു ബിൻ ആസാണ്. ഇക്രിമത്ത് ബിൻ അബൂജഹലാണ്. ഇവരൊക്കെയാണ് അതിൻ്റെ നേതാക്കന്മാർ. ഇവർക്കെതിരൊക്കെ മുസ്ലിങ്ങൾ വിജയിച്ചു. ഇൻതസറ അലൈഹിമുൽ മുസ്ലിമൂൻ, ഇവർക്കെതിരൊക്കെ പോരാടിയിട്ട് മുസ്ലിങ്ങൾ വിജയിച്ചു. വ ഖതല മുദ്ദഇൻ നുബുവ, പ്രവാചകന് ശേഷം തങ്ങൾ പ്രവാചകനാണെന്ന് വായിച്ച മുസൈലിമത്തുൽ കദ്ദാബിനെയും ത്വൽഹത്തുൽ അസദിനെയും ഒക്കെ പരാജയപ്പെടുത്തി. ഇനി ഉമർ റളിയല്ലാഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത രണ്ടാമത്തെ ഒരു പ്രവർത്തനം എന്താണ്? ഖുർആൻ ക്രോഡീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്താണ്. ഒറ്റ കോപ്പി ഉണ്ടാക്കിയത്. ഇങ്ങനെ ഖുർആൻ ക്രോഡീകരിക്കണമെന്ന് പറഞ്ഞത് ആരാണ്? ഉമർ റളിയല്ലാഹുവിനാണ്. ഉമർ റളിയല്ലാഹുവിന് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, നമ്മൾ ഈ ഖുർആൻ ഒറ്റ കോപ്പിയാക്കിയിട്ട് വെക്കണം. മുർത്തദ്ദികളോട് യുദ്ധം ചെയ്യുന്ന സമയത്താണ്, ഒരുപാട് ആളുകൾ ഹാഫിദീങ്ങളൊക്കെ മരിച്ച സമയത്താണ്. അപ്പോൾ പ്രവാചകൻ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അന്ന് അബൂബക്കർ റളിയല്ലാഹുവിന് ചോദിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞൊരു കാര്യം, നമ്മൾ ഇതിൽ നന്മയുണ്ട്, പ്രവാചകൻ ചെയ്യാത്ത ഒരു കാര്യം നമുക്ക് ചെയ്യാം, അതിൽ നന്മയുണ്ടെങ്കിൽ എന്ന ഒരു സന്ദേശമാണ് കൊടുത്തത്. അഷാറ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു സൂചിപ്പിച്ചു, ലി അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, ലി ജംഇൽ ഖുർആൻ, ഖുർആൻ ക്രോഡീകരിക്കണം. ലമ്മാ ഖാമത്ത് ഹുറൂബുർ റിദ്ദ, അപ്പോൾ മുർത്തദ്ദീങ്ങൾക്കെതിരെയുള്ള യുദ്ധം നടക്കുന്ന കാലമാണ്. കല്ലഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു സെയ്ദ് ബിൻ സാബിത്തിനെ ജംഉൽ ഖുർആന് വേണ്ടിയിട്ട് ഖുർആൻ ഒറ്റ പ്രതിയാക്കുക. എല്ലാ ചിതറിക്കിടക്കുന്ന ഖുർആനുകളൊക്കെ ഒറ്റ പ്രതിയാക്കി മാറ്റുവാൻ അദ്ദേഹം ആജ്ഞാപിച്ചു സെയ്ദ് ബിൻ സാബിത്തിനോട്. ഇനി നമ്മൾ പഠിക്കുന്നത്
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരുപാട് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ വിജയം എന്ന് പറയുന്നത് അൽ ഫത്ഹു ഫിൽ ഇറാഖ്, ഇറാഖിൽ വിജയമുണ്ടായി. അർസല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഇലൽ ഇറാഖ്, ഇറാഖിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഹാറബ ളിദ്ദൽ മനാദിറ വൽ ഫുർസ്, അങ്ങനെ അവിടെയുള്ള മനാദിറത്തിനെതിരെയും ഫുർസിനെതിരെയൊക്കെ ഇദ്ദേഹം യുദ്ധം ചെയ്തു. അങ്ങനെ വൻതസറ അലൈഹിം, ഇറാഖിനെ കീഴടക്കി. അന്ന് കീഴടക്കിയ സ്ഥലങ്ങളാണ് അൽ ഹീറ, അംബാർ, അഹമ്മുത്തുൽ കൽമുദിൻ, മദീനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹീറയും അംബാറുമൊക്കെ. പിന്നീട് ബിലാദുഷാമും കീഴടക്കുന്നുണ്ട്. ബിലാദുഷാം എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ കൂടിയതാണ് ബിലാദുഷാം. അർസൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു അർബഅത്ത് ജുനൂദിൻ, 4 സൈന്യത്തെ ലി മുഹാറബത്തി ബിലാദുഷാം, ബിലാദുഷാമിനെ കീഴടക്കാൻ. ഉദാഹരണമായിട്ട് ഫലസ്തീനിലേക്ക് പറഞ്ഞയച്ചത് അംർ ബിൻ ലാസിനെയാണ്. പിന്നെ അബൂബൈത്തുൽ ജറാഹിനെയാണ് ജോർദാനിലേക്ക് പറഞ്ഞയക്കുന്നത്. ഷുറഹബീൽ ബിൻ ഹസനെയാണ് ജനൂബ് ഷർഖുൽ ഉർദുനിൽ അയക്കുന്നത്. അങ്ങനെ നജഹത്ത് ഹാദിഹിൽ ജുയൂഷ്, ഈ സൈനികരൊക്കെ വിജയിച്ചു. ഫി മുഹാറബത്തി ലിദ്ദൽ അദാ, ഈ ശത്രുക്കളെ കീഴടക്കണേ. അങ്ങനെ ബിലാദുഷാമു എന്ത് ചെയ്യാണ്, കീഴടക്കാണ്. ഇനി മറ്റൊരു യുദ്ധമാണ് മാരിക്കത്തു യർമൂക്ക്. ബിലാദുഷാമിലെ ഒരു യുദ്ധം തന്നെയാണ് യർമൂക്ക് യുദ്ധം. വഖഅത്ത് മാരിക്കത്തുൽ യർമൂക്ക്, യർമൂക്ക് യുദ്ധം നടന്നത് 634 ഇത് പിന്നെ റോമക്കാർക്കെതിരെയുള്ള യുദ്ധമാണ്. കാനത്തിൽ മാരിക്കത്തു, ഈ മാരിക്കത്തായിരുന്നു ലിദ്ദ റൂം. പിന്നെ അന്ന് ഖാലിദ് ബിൻ വലീദാണ് ഇതിൽ യുദ്ധം ചെയ്തിട്ടുള്ള ആൾ. അങ്ങനെ ഇതിലും ഇൻതസറൽ മുസ്ലിമൂന ഫിഹി, മുസ്ലിങ്ങൾ ഹിർക്കൽ രാജാവ് പരാജയം സമ്മതിക്കുന്നുണ്ട് ഇതിൽ. ഇനി വഫാത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായത് 2 വർഷവും 3 മാസവും കഴിഞ്ഞപ്പോഴാണ്. പ്രവാചകൻ വഫാത്തായതിനു ശേഷം 2 വർഷവും 3 മാസവും കഴിഞ്ഞപ്പോൾ 2 കൊല്ലവും 3 മാസവുമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ രോഗമായപ്പോൾ ഖിലാഫത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെക്കുറിച്ച് പൊതുവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും പോയിൻറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ക്ലാസ് എടുക്കാം. അപ്പോൾ നമുക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഔട്ട്ലൈൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ജംഉൽ ഖുർആനൊക്കെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. യർമൂക്ക് യുദ്ധം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കുക. ബിലാദുഷാം, കീഴടക്കിയ സ്ഥലങ്ങൾ, ഇതൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട് പഠിക്കുക.